ഹലോ അസ്സാം വലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പെപ്പർ ഫിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. 3/4 കിലോ നെയ്മീനിലാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കുക. ഇത് മാഗ്നേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കണം. പെപ്പർ ഫിഷ് ചെയ്യുമ്പോൾ എപ്പോഴും ദശക്കട്ടിയുള്ള മീൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം പൊടിഞ്ഞു പോകാത്ത ടൈപ്പ് മീനാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. ഇത് മീനായാലും ചിലപ്പോഴൊക്കെ പച്ചയ്ക്ക് ഉണ്ടാക്കിയാൽ ഇത് പൊടിഞ്ഞു പോകും. സാധാരണ നമ്മൾ പെപ്പർ ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊരിക്കാറില്ല. പക്ഷേ മീനായതുകൊണ്ട് മെല്ലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഈ മീൻ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളെപ്പോൾ മീൻ വറുക്കുമ്പോഴും നമ്മളതിലേക്ക് കറിവേപ്പില ചേർക്കേണ്ട ആ ഒരു ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ അങ്ങനെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഈ പെപ്പർ ഫിഷ് തയ്യാറാക്കുന്നത് ആ ഒരു പാത്രം അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് നമ്മൾ മീൻ വറുത്തതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 10, കറക്റ്റ് പറയണമെങ്കിൽ 10 ചെറിയ ഉള്ളി, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. സവാളയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഒന്നിച്ച് 1 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിയിലിടുക. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയം നമ്മുടെ സ്റ്റൗവിലെ തീ ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഈ മസാലകളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതിനുശേഷം മസാലകളുടെ പച്ചമണം മാറുന്നവരെയും നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി തക്കാളിയും ഈ മസാലകളും ഒക്കെ ചേർന്ന് ഇത് നന്നായിട്ടൊരു കുഴമ്പ് പരുവത്തിലേക്ക് ആവുന്നവരെയും ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേറൊരു കാര്യം, ഞാനിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാൻ മറന്നു പോയിരുന്നു. അത് ഈ ഒരു സമയം ഞാൻ ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് നന്നായിട്ട് ഇതിൽ ഈ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി ഇതൊരു കുഴമ്പ് പരുവത്തിലാവുന്നവരെയും വെയിറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തക്കാളിയും മസാലകളും ഒക്കെ ചേർന്ന് വളരെ അടിപൊളിയായിട്ട് അത് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള നെയ്മീൻ കഷ്ണങ്ങളുണ്ടല്ലോ, നെയ്മീൻ അയക്കുറ എന്നൊക്കെ പറയുന്ന അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയ പെപ്പർ ഫിഷാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് 1 കപ്പിന് പകരം 1.5 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അധികം വറ്റിച്ചെടുക്കാതെ എടുത്താൽ മതിയാവും. പക്ഷേ എനിക്ക് നല്ല ഡ്രൈ ആയിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വെള്ളം മുഴുവനായിട്ടും വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ രുചികരമായ പെപ്പർ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഈ ഒരു വിഭവം തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക. മീൻ വിഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നവരേക്കും അസ്സലാമു അലൈക്കും.